വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ആഴ്ചയിൽ കഴിഞ്ഞ ആഴ്ചയിൽ കേട്ടുകൊണ്ടിരുന്ന സന്ദേശം ജീസസ് ദ ജയിൽ ബ്രേക്കർ തുടർച്ച ഈ 1-2 ദിവസങ്ങളിൽ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അതിനുശേഷം പോണ്ടിച്ചേരിയിൽ നിന്നും പുനലൂരിൽ നിന്നുമൊക്കെ ഉള്ള ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ നൽകപ്പെട്ട സന്ദേശങ്ങൾ, റേസ് ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ കിരണങ്ങൾ തുടങ്ങിയ സന്ദേശങ്ങളാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. നമുക്ക് ഈ സമയത്ത് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ലെറ്റ്സ് പ്രേ. നല്ല കർത്താവേ, അമരവിളയിൽ നിന്നുള്ള ലിജ ഷാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നലെ അവളുടെ ബർത്ത്ഡേ ആയിരുന്നല്ലോ കർത്താവേ. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ തന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകല നന്മകളാൽ ഈ വർഷം അത് നിറയ്ക്കണമേ. അവളുടെ സഹോദരി റോഷനയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഫാം ഡിക്ക് ഒരു അഡ്മിഷൻ ലഭിക്കുവാനും ലജയുടെ ഫാമിലിയിൽ സകലവിധ അനുഗ്രഹങ്ങൾ വന്ന് നിറയാൻ ഞങ്ങൾ ഈ സമയത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫാദർ. ഹൈദരാബാദിൽ നിന്നും ടോണി ആൻഡ് ചിത്ര, കർത്താവ് എത്രയും വേഗം വീസ ലഭിക്കുവാനും അവിടെ ചെന്ന് നല്ല ജോലി ലഭിക്കുവാനും കർത്താവെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല സാലറിയുള്ള ജോബ് കർത്താവ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ സെറ്റിൽ ചെയ്യുവാൻ, സമാധാനപരമായി സെറ്റിൽ ചെയ്യുവാൻ അങ്ങ് സഹായിക്കണമേ. താങ്ക് യു ലോർഡ്. അയ്യപ്പൻ കാവിൽ നിന്നുള്ള ലത ജോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകൾ ലിയയുടെ ബർത്ത്ഡേ ഇന്നലെ ആയിരുന്നല്ലോ കർത്താവെ. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് കർത്താവ് കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ, നന്മകളാൽ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. USA നിന്നും ജിതേഷ് ഉത്തമന് വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നല്ല ഒരു പ്രോജക്റ്റ്, നല്ലൊരു സ്ഥലത്ത് നല്ലൊരു ശമ്പളത്തോടുകൂടി തനിക്ക് ലഭിക്കുവാൻ അങ്ങ് സഹായിക്കണമേ. അത് വളരെ സമാധാനപരമായി തീർക്കുവാനും കൃപ കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഷാർജയിൽ നിന്നും ജോമോനും കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തിൻ്റെ മേൽ ദൈവികമായ സകല അനുഗ്രഹങ്ങളും വന്ന് നിറയട്ടെ. മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്ഥലത്തിൻ്റെ വിൽപ്പനയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നെല്ലിക്കുന്നിൽ നിന്നുള്ള ലീന ബൈജുവിനും കുടുംബത്തിനുമായി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. സ്വന്തം ഭവനം നൽകണമേ, കടബാധ്യതകളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പരപ്പ് എന്ന സ്ഥലത്തു നിന്നുള്ള ഡെയ്സമ്മ തങ്കച്ചിനു വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. 3 പെൺമക്കളുടെയും വിവാഹത്തിന് വേണ്ടിയും വളരെ നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവി ജീവിതം അവർക്കുണ്ടാകാനും വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് സെന്റർ ആനുവൽ കോൺഫറൻസ് ഒക്ടോബർ 23, 24, 25 തീയതികളിൽ ബ്രദർ ഡാമിയൻ, സിസ്റ്റർ ക്ഷമ ഡാമിയൻ, നെഹമ്യ ഡാമിയൻ കൂടാതെ മറ്റ് പ്രശസ്തരായ ദൈവദാസന്മാരും ശുശ്രൂഷിക്കുന്നു. സമയം രാവിലെ 10 മുതൽ വൈകിട്ട് 8:30 വരെ. ഏവർക്കും സ്വാഗതം. ഏതാണ്ട് 5 വർഷങ്ങൾക്ക് മുമ്പ് തനിക്ക് സർവൈക്കൽ സ്പോണ്ടിലൈറ്റിസ് എന്ന് വെച്ചാൽ ഈ നെക്കിന് മാത്രം വരുന്ന ഒരു വേദനയുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള സ്പോണ്ടിലൈറ്റിസ് ആണെന്നാ പറഞ്ഞത്. നെക്കിനായിരുന്നു. ഏത് ഭാഗത്തായിരുന്നു? C4, C5 C4 and C5 ഈ ഏരിയ ലൊക്കേഷനിൽ പെയിൻ ഉണ്ട്. ജാമായി. ഓക്കെ. അപ്പോൾ ഇത് നിമിത്തം 5 വർഷമായി വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. പറഞ്ഞത് ഇതാണ്, ഈ വേദന ഉണ്ടായിരുന്ന സമയത്ത് ശരിക്കും തല ഇങ്ങനെ സ്റ്റിഫായിട്ട് കൊണ്ട് നടക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. എന്തോ ഒന്ന് ജാമായിട്ട് ഇവിടെ ഇരിക്കുന്നത് പോലത്തെ ഒരു അനുഭവം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കഴുത്ത് തിരിക്കാനേ പറ്റത്തില്ല. തന്നെയുമല്ല, അതിശക്തമായ വേദനയായിരിക്കും. കിടക്കാൻ പോലും പറ്റത്തില്ല. കിടന്നു കഴിഞ്ഞാൽ ഉറക്കം വരത്തില്ല. അങ്ങനെ താൻ എഴുന്നേറ്റിരുന്നാണ് പലപ്പോഴും രാത്രികൾ തള്ളി നീക്കിയിട്ടുള്ളത് എന്നാണ് താൻ പറഞ്ഞത്. അതിനു വേണ്ടിയിട്ട് അലോപ്പതി മരുന്നുകൾ താൻ കഴിച്ചു. അതിനൊരു കുറവും ഉണ്ടായില്ല. അത് കഴിഞ്ഞപ്പോൾ പലരുടെയും ഉപദേശപ്രകാരം ആയുർവേദ മെഡിസിൻ താൻ ഒത്തിരി നാളുകൾ എടുത്തു. തിരുമലും അതുപോലുള്ള ചികിത്സകളൊക്കെയായി ഒത്തിരി നാൾ അതിൻ്റെ പിന്നാലെയും പോയി. പക്ഷെ താൻ പറഞ്ഞത്, ഇതെല്ലാം ചെയ്യുമ്പോൾ താൽക്കാലികമായി 1 ആഴ്ചയോ 2 ആഴ്ചയോ ഈ വേദനയ്ക്കൊരു ശമനമുണ്ടാകും. പക്ഷെ അത് കഴിയുമ്പോൾ വീണ്ടും ഈ വേദന അതിശക്തമായി തന്നെ
കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഈ സഹോദരി ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം ആരംഭിച്ച നാൾ മുതൽ താൻ സ്ഥിരമായത് കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഏതാണ്ട് 3 ആഴ്ചകൾക്ക് മുൻപ് താൻ ഒരു ദിവസം ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ബ്രദർ ഡാമിയൻ ആ ടെലികാസ്റ്റിലൂടെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ആശ എന്നു പേരുള്ള ഈ കുട്ടിയുടെ പേര് വിളിച്ചു പറഞ്ഞു. ഈ കുട്ടിയുടെ പേര് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞത്, ആശ എന്നു പേരുള്ള ഒരു വ്യക്തിയുടെ സ്പോണ്ടിലൈറ്റിസ് യേശു ഇപ്പോൾ തന്നെ സൗഖ്യമാക്കുകയാണ് എന്ന് ആ TV പ്രോഗ്രാമിലൂടെ ബ്രദർ ഡാമിയൻ വിളിച്ചു പറഞ്ഞു. ഈ സഹോദരി പറഞ്ഞത് ആ സമയത്തും തനിക്ക് ശക്തമായിട്ടുള്ള വേദന ഉണ്ടായിരുന്നു, താൻ ഈ അസുഖത്തിന് അടിമയായിരുന്നു. പക്ഷെ ഈ പേര് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഏതാണ്ട് 3 ആഴ്ച കഴിഞ്ഞു, ഇതുവരെ പിന്നീട് ആ വേദന ഉണ്ടായിട്ടില്ല. അന്ന് മുതൽ തൻ്റെ കഴുത്ത് പൂർണ്ണമായിട്ടും സൗഖ്യമായി. ഇന്നിപ്പോൾ ശരിക്കും തലയാട്ടി തലചരിച്ച് എന്ത് വേണേലും ചെയ്യാം, ഒരു കുഴപ്പമില്ല, സുഖമായി ഉറങ്ങാൻ സാധിക്കുന്നു. അതുകൊണ്ടുണ്ടായിട്ടുണ്ട എല്ലാ കഷ്ടതകളിൽ നിന്നും യേശു കർത്താവ് ആശയെ രക്ഷിച്ചു എന്നാ പറയുന്നത്. ആശയോടൊന്ന് ചോദിച്ചോട്ടെ മോളെ, ആ സമയത്തുണ്ടായ അനുഭവം എന്താണ്? ഈ 3 weeks മുമ്പ് യേശു ചെയ്തത് എന്താണ് ഒന്നൊന്ന് പറയാം. ഇത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, സഡനായിട്ട് ബ്രദർ എൻ്റെ പേര് വിളിച്ച് പറഞ്ഞു, ഇതുപോലെ സർവിക്കൽ സ്പോണ്ടിലൈറ്റിസ് ഹെവി ആയി ജാമായിട്ട് ഒരു പേഴ്സൺ, ആശ എന്നുള്ള പേഴ്സൺ ആണെങ്കിൽ ഇതിന്ന് സൗഖ്യം വിടുതല കിട്ടും. അത് ഞാൻ അങ്ങ് ഏറ്റെടുത്ത് അതിനുശേഷം ഞാൻ എത്ര സ്ട്രെയിൻ ചെയ്താലും, എത്ര ഹെവി, എനിക്ക് ഡേ ടു ഡേ ലൈഫിൽ നല്ല പണിയുണ്ട്, രാവിലെ തൊട്ട് രാത്രി വരെ ജോലിയുണ്ട്, എൻ്റെ ഗ്രാൻഡ് പാരൻസിനെ നോക്കുക, എല്ലാവരെയും നല്ല പണിയുണ്ട്. പക്ഷെ ഇച്ചിരി സ്ട്രെയിൻ ചെയ്യുമ്പോഴേ കഴുത്തിന് നല്ല വേദന, എഴുതാൻ പറ്റില്ല. ഗ്രാൻഡ് പാരൻസ് അവരെ നോക്കുക, എല്ലാം ഉണ്ട്, പിന്നെ മോളെ നോക്കുന്ന എല്ലാം ഉണ്ട്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് തന്നെ ഒരു 15 minutes മതി ഉടനെ വേദന വരാൻ. പക്ഷെ അതിനുശേഷം എനിക്ക് ആ വേദന വന്നിട്ടില്ല. എത്ര സ്ട്രെയിൻ ചെയ്തിട്ട് എനിക്ക് വന്നിട്ടില്ല. അതിനുശേഷം ഗ്രാൻഡ് പാരൻസ് നോക്കുന്നു, മോളെ നോക്കുന്നു, ഇതിനുശേഷം ഇതുവരെ ആ വേദന വന്നിട്ടില്ല. കൈകൾ ഉണ്ടെങ്കിൽ ഒന്ന് അടിച്ച് യേശുവിന് നന്ദി പറയാം. We are so happy. 2 കൈകളൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? കർത്താവേ, യേശുവിൽ നിന്നും ഒരത്ഭുത രോഗസൗഖ്യം സ്വീകരിച്ച പോണ്ടിച്ചേരിയിലെ ആശയോട് ചേർന്ന് ഞങ്ങളും കൈ ഉയർത്തുന്നു. ആശ 5 വർഷം അനുഭവിച്ചെങ്കിൽ അതിലധികമോ അതിൽ കുറവോ പല മേഖലകളിൽ പ്രയാസം അനുഭവിക്കുന്നവർ ഇതിനകത്തുണ്ട്. ഈ സാക്ഷ്യം മാധ്യമങ്ങളിലൂടെ കാണുന്നവരും കർത്താവെ വർഷങ്ങളായി വേദനയിലൂടെ, ആസ്മയിലൂടെ, പ്രയാസങ്ങളിലൂടെ ഒക്കെ പോകുന്നവർ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അത്ഭുതകരമായി സൗഖ്യം സ്വീകരിക്കാൻ തുടങ്ങട്ടെ. Can I take you to another portion of the scripture? ദൈവവചനത്തിന്റെ അടുത്തൊരു ഭാഗത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകട്ടെ. This is from Luke chapter 7. ഇത് ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ verse number 11 till 15. അതിന്റെ 11 മുതൽ 15 വരെയുള്ള വേദഭാഗങ്ങൾ. Soon afterward Jesus went to a town called Nain, and his disciples and a large crowd went along with him. പിറ്റേന്നാൾ യേശു നയീൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ ശിഷ്യന്മാരും വലിയൊരു ജനക്കൂട്ടവും അദ്ദേഹത്തെ അനുഗമിച്ചു. See, wherever Jesus goes there is a history. ഓർക്കുക, എവിടെയൊക്കെ യേശു കർത്താവ് പോയിട്ടുണ്ടോ അവിടെയൊക്കെ ഒരു ചരിത്രമുണ്ട്. Wherever Jesus goes there is a miracle. എവിടെയൊക്കെ യേശു പോയിട്ടുണ്ടോ അവിടെ ഒരു അത്ഭുതവും നടന്നിട്ടുണ്ട്. Wherever Jesus goes there is a change. യേശു കർത്താവ് എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. Tonight if anyone sitting here asks Jesus, come to my house, come to my family, come to my life, there will be a miracle there. ഓർക്കുക, ഇന്ന് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും കർത്താവേ എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബ ജീവിതത്തിലേക്ക്, എൻ്റെ ഭവനത്തിലേക്ക് വരണമേ എന്ന് യേശുവിനോട് പറയുന്ന ഒരു വ്യക്തിയുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ വിടുതന്റെയും അത്ഭുതത്തിന്റെയും രാത്രിയാണ്. Hallelujah. Hallelujah. Shall we say that? ചേർന്നത് പറയാമോ? Let us lift up our hands നമ്മുടെ കരം ഉയർത്തിക്കൊണ്ട് and ask Jesus, Lord, come to my house, come to my family. എന്നിട്ട് കൈകൾ ഉയർത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞാൽ, യേശുവേ എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബ ജീവിതത്തിലേക്ക്, എൻ്റെ ഭവനത്തിലേക്ക് അങ്ങ് കടന്നു വരണമേ. Hallelujah. Hallelujah. Put your hands down. കൈകൾ താഴെയിട്ടാലും. So Jesus and all the disciples, they were all going to that city called Nain. ഇപ്പോൾ യേശുവും തന്റെ ശിഷ്യന്മാരെല്ലാവരും കൂടെ ചേർന്ന് നയീൻ എന്ന് പറയുന്ന ഒരു പട്ടണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. As he approached the town gate, a dead person being carried out
the only son of his mother, and she was a widow. അദ്ദേഹം പട്ടണത്തിന്റെ വാതിലിനോട് സമീപിച്ചപ്പോൾ അതാ മരിച്ചുപോയ ഒരുവനെ പുറത്തേ കൊണ്ടുവരുന്നു. അവൻ അമ്മയുടെ ഏകപുത്രൻ, അവളോ വിധവയായിരുന്നു. See, Jesus is seeing a funeral procession now. യേശു കർത്താവ് ഇപ്പോൾ ഒരു ശവസംസ്കാര യാത്ര കണ്ടുകൊണ്ടിരിക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. So Jesus and his full team, disciples, they were coming to the city, but a funeral procession is coming out of the city. ഇപ്പോൾ യേശുവും ശിഷ്യന്മാരും പട്ടണത്തിനകത്തേക്ക് കയറി വരുമ്പോൾ പട്ടണത്തിനകത്ത് നിന്ന് ശവസംസ്കാര ശുശ്രൂഷ നടത്തുന്ന ഒരു വലിയ ജനക്കൂട്ടം പട്ടണത്തിന് പുറത്തേക്ക് ഇറങ്ങിയാണ്. Hallelujah. ഹല്ലേലൂയ. So there are two teams here. ഇവിടെ ഇപ്പോൾ രണ്ട് ടീമുകളുണ്ട്. One team is under the leadership of Jesus. ഇതിനകത്തെ ഒരു സംഘം യേശുവിന്റെ നേതൃത്വത്തിൽ പോകുന്ന സംഘം. Can you imagine that? നിങ്ങൾക്ക് അത് ഭാവന കാണാൻ സാധിക്കുന്നുണ്ടോ? Jesus and all the disciples and a big crowd is coming into the city. യേശുവും ശിഷ്യന്മാരും ജനക്കൂട്ടവും ഒരു വലിയ സംഘം പട്ടണത്തിനകത്തേക്ക് വരികയാണ്. But another group is coming out of the city. എന്നാൽ മറ്റൊരു സംഘം പട്ടണത്തിനകത്ത് നിന്ന് പുറത്തേക്ക് വരികയാണ്. See, what are the difference between these two teams? ഈ രണ്ട് സംഘങ്ങൾക്ക് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? One is led by Jesus. ഒന്ന് ഒരു ഗ്രൂപ്പ് നയിക്കപ്പെടുന്ന യേശുവിനാലാണ്. And Jesus said, എന്നാൽ യേശു പറഞ്ഞു, John chapter 14 and verse number 6, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 6-ാമത്തെ I വചനം, am the way, the truth and the life. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. So Jesus is the life. യേശു കർത്താവാണ് ജീവൻ. Hallelujah. ഹല്ലേലൂയ. He is the giver of life to all people. സകലർക്കും ജീവൻ ദാനം ചെയ്യുന്ന ജീവന്റെ ദാതാവാണ് യേശു കർത്താവ്. So Jesus is leading this group. ഇപ്പോൾ യേശു കർത്താവാണ് ഈ ഗ്രൂപ്പിനെ നയിച്ചു കൊണ്ടുപോകുന്നത്. We can call it life group. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ജീവന്റെ ഗ്രൂപ്പ് എന്ന് പേര് കൊടുക്കാം. But the other group is led by a dead body. എന്നാൽ മറ്റേ സംഘമാണെങ്കിൽ അത് ഒരു ശവമാണ് അവരെ നയിച്ചു കൊണ്ടുവരുന്നത്. At the front of the procession, the dead body is going. ആ കാരണം ആ ജാഥയുടെ ആ സംഘത്തിന്റെ മുൻപിൽ വരുന്നത് ഒരു ശവശരീരമാണ് മുൻപിൽ പോകുന്നത്. And all people are following the dead body. എല്ലാ ജനങ്ങളും ഈ ശവശരീരത്തെയാണ് അനുഗമിച്ചു കൊണ്ടുപോകുന്നത്. And who was the dead man? ആരാണ് ഈ മരിച്ചിരിക്കുന്ന വ്യക്തി എന്നുള്ളത്? The dead man was a young man. ഈ മരിച്ച വ്യക്തി അതൊരു ചെറുപ്പക്കാരനായിരുന്നു, Not an old man. ഒരു പ്രായം ചെന്നവനല്ല. And the Bible says he was the only son of a mother and she was a widow. എന്ന് മാത്രമല്ല ബൈബിൾ അവിടെ പറയുന്നു അവൻ അമ്മയുടെ ഏക മകനും ആ അമ്മ ഒരു വിധവയുമായിരുന്നു. Are you listening to this? നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ? This woman had no husband. ഈ സ്ത്രീക്ക് ഭർത്താവില്ല. The dead man had no father. ഈ മരിച്ചിരിക്കുന്ന വ്യക്തിക്ക് പിതാവില്ല. The son had only the mother and the mother had only the son. അങ്ങനെ നോക്കുമ്പോൾ ഈ അമ്മയ്ക്ക് ഈ മകനും മകന് ഈ അമ്മയും മാത്രമേ ഉള്ളൂ. They were so dependent on each other. പരസ്പരം വളരെ ബന്ധിക്കപ്പെട്ട ബന്ധമായിരുന്നു ഇവർക്കുള്ളത്. But one day suddenly the young man died. എന്നാൽ ഒരു ദിവസം പൊടുന്നനെ ഈ ചെറുപ്പക്കാരൻ മരിച്ചു. All the people around the neighborhood along with this mother was crying and it was a lamentation. ഇപ്പോൾ എല്ലാ ജനങ്ങളും അയൽവക്കത്തുള്ള ആളുകൾ എല്ലാവരും അമ്മയോട് ചേർന്ന് കരയുകയാണ്. ഇതിപ്പോൾ ഒരു വിലാപയാത്രയായി തീർന്നിരിക്കുന്നു. In your imagination, can you see at the city gate two groups are coming? ഇപ്പോൾ നിങ്ങളുടെ ഭാവനയെ നിങ്ങൾക്കൊന്ന് കാണാമോ? ഇപ്പോൾ നഗരത്തിന്റെ പടിവാതിൽക്കൽ വെച്ച് നഗരവാതിൽക്കൽ വെച്ച് രണ്ട് സംഘങ്ങളും കൂട്ടിമുട്ടുകയാണ്. One is the life group. ഒന്നാമത് ജീവന്റെ ഗ്രൂപ്പ്. The second one is the death group. രണ്ടാമത്തത് മരണത്തിന്റെ ഗ്രൂപ്പ്. So at the city gate, the life group and the death group is coming and having an encounter. ഓർക്കുക, ഇപ്പോൾ ആ നഗരത്തിന്റെ പടിവാതിൽക്കൽ വെച്ചിട്ട് ഈ ജീവന്റെ ഗ്രൂപ്പും മരണത്തിന്റെ ഗ്രൂപ്പും തമ്മിൽ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഒരു ഏറ്റുമുട്ടലിനുള്ള ഒരു അവസരമുണ്ടായി. Somebody say hallelujah. കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാമോ? Now verse number 13 in that portion says, when the Lord saw her, his heart went out to her and he said, don't cry. 13-ാമത്തെ വചനത്തിൽ പറയുന്നു, അവളെ കണ്ടിട്ട് കർത്താവിന്റെ മനസ്സലിഞ്ഞു, അവിടുന്ന് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. Now this is what Jesus is speaking to everyone sitting here. Don't cry. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും
കർത്താവ് പറയുന്ന കാര്യം ഇതാണ്, കരയണ്ട. Many of you sitting here, I know, you're well dressed, ഇവിടെ you're ഇരിക്കുന്ന gentle, you're so decent, you're so formal. But inside, in the heart, there is a cry. ഇവിടെ ഇരിക്കുന്ന പല ആളുകളും നിങ്ങൾ നന്നായി വസ്ത്രധാരണം ചെയ്തിട്ടുണ്ട്, വളരെ മാന്യമായി നിങ്ങൾ സംസാരിക്കുന്നവരാണ്, പുറമെ എല്ലാ മാന്യതയ്ക്കും യാതൊരു കുറവുമില്ല. എന്നാൽ അകത്ത് പല കാര്യങ്ങളെ ചൊല്ലി നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. Words of Jesus are coming to you tonight. ഇന്ന് രാത്രി യേശുവിന്റെ വചനങ്ങൾ നിങ്ങളിലേക്ക് ഇതാ വരികയാണ്. And Jesus says, don't cry. എന്ന് യേശു പറയുന്നു, കരയേണ്ട, Don't be afraid. നിങ്ങൾ ഭയപ്പെടേണ്ട. Meaning, I will handle the problem for you. അതിന്റെ അർത്ഥം നിന്റെ പ്രശ്നത്തെ യേശു കൈകാര്യം ചെയ്തു കൊള്ളാമെന്നാണ്. Why is this woman crying? എന്തിനാണ് ഈ സ്ത്രീ കരയുന്നത്? Because she is helpless. കാരണം ഇവൾ നിസ്സഹായവയാണ്. She cannot do anything about it. അവൾക്ക് ഈ കാര്യത്തിൽ ഒന്നുമേ ചെയ്യാൻ The സാധ്യമല്ല. son is lost forever. അവളുടെ മകൻ എന്നും എന്നേക്കുമായി അവൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. But Jesus says, എന്നാൽ യേശു പറയുന്നു, don't cry. കരയേണ്ട. He says, I am able to give your son back to you. ഞാൻ നിന്റെ മകനെ തിരികെ നൽകുവാൻ ശക്തനാണ്. Whatever is lost, Jesus can redeem. ഓർക്കുക, എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും യേശുവിന് അത് തിരികെ തരുവാനായി സാധിക്കും. Only Jesus can say a bold don't cry. യേശുവിന് മാത്രമേ നമ്മോട് കരയണ്ട എന്ന് ധൈര്യത്തോടെ ഉറപ്പോടെ ചങ്കുറ്റത്തോടെ പറയാൻ സാധിക്കുകയുള്ളൂ. Tonight Jesus is speaking the same words to everyone sitting here. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളോടും യേശു പറയുന്ന ഇതേ വാക്കുകൾ തന്നെയാണ്. I am undertaking your problems. ഞാൻ നിങ്ങളുടെ പ്രശ്നത്തെ കൈകാര്യം ചെയ്തുകൊള്ളാം. I am taking your situation in my hands. എന്റെ കൈകളിൽ നിന്റെ സാഹചര്യത്തെ ഞാൻ കൈകാര്യം ചെയ്തുകൊള്ളാം. Don't cry. നീ കരയേണ്ട ആവശ്യമില്ല മോളെ. Verse number 14 says, then he went up and touched the bear. They were him on, and the bearer stood still. He said, young man, I say to you, get up. 14-ാമത്തെ വചനം, പിന്നീട് അദ്ദേഹം അടുത്ത് ചെന്ന് ശവമഞ്ചം തൊട്ടു, അത് ചുമന്നിരുന്നവർ നിന്നു. അദ്ദേഹം പറഞ്ഞു, യുവാവേ, എഴുന്നേൽക്കുക എന്ന് ഞാൻ നിന്നോട് പറയുന്നു. Okay. Verse number 15 says, the dead man sat up and began to talk, and Jesus gave him back to his mother. 15-ാമത്തെ വചനം, മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിച്ചു തുടങ്ങി. യേശു അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. Hallelujah. ഹല്ലേലൂയ. Can I declare here something? ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ നിങ്ങളെ നോക്കി പ്രഖ്യാപിക്കട്ടെ. There is nothing, absolutely nothing, that is impossible with Jesus. യേശുവിന് അസാധ്യമായി ഒന്നുമേ തന്നെയില്ല. Hallelujah. ഹല്ലേലൂയ. I want to say it again. Absolutely nothing is impossible with Jesus. ഒന്നും യേശുവിന് അസാധ്യമായിട്ടില്ല. Lift up your right hand and declare that. കൈകൾ ഉയർത്തിക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി തന്നെ നിങ്ങളൊന്നത് പ്രഖ്യാപിക്കാമോ? Nothing is impossible with Jesus. യേശുവിന് പറഞ്ഞാൽ എൻ്റെ യേശുവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. Say it once again. ഒരിക്കൽ കൂടെ, എൻ്റെ യേശുവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. One more time, please. എൻ്റെ യേശുവിന് അസാധ്യമായിട്ട് ഒന്നുമേയില്ല. Hallelujah. ഹല്ലേലൂയ. Maybe the greatest prison is the prison of death. ഓർക്കുക, ഏറ്റവും വലിയ തടവറ ഒരുപക്ഷേ മരണത്തിന്റെ No one തടവറയായിരിക്കാം. can escape from the prison of death by himself or herself. ഒരു ആൾക്ക് പോലും സ്വയമേ ഈ തടവറ, മരണത്തിന്റെ തടവറയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല. But do you know what Jesus did? എന്നാൽ യേശു കർത്താവ് എന്താണ് ചെയ്തതെന്നറിയാമോ? After giving his life for us on the third day from the tomb, he came forth alive and he declared, I am living forevermore. He conquered death for us. യേശു കർത്താവ് തനിക്ക് വേണ്ടി തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ഊറ്റി തന്നതിന് ശേഷം, തൻ്റെ മരണത്തിന് ശേഷം 3-ാം ദിവസം മരണത്തിൻ്റെ തടവറയെ ഭേദിച്ചുകൊണ്ട് അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അവൻ ജയാളി എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. He is the victor, he is the winner. അവനാണ് ജയാളി, അവനാണ് ജേതാവ് എന്നുള്ളത്. If our Jesus could win over death, he can win over anything in this world. നമ്മുടെ
യേശുവിന് സ്വയം മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ, അതിനെ ജയിച്ചെഴുന്നേൽക്കുവാൻ സാധിച്ചെങ്കിൽ അവന് ഏത് കാര്യത്തെയും ജയിക്കാൻ സാധിക്കും. Can you shout hallelujah? Hallelujah. 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 So the toughest thing that we are facing today is nothing for Jesus. അതുകൊണ്ട് ഇന്ന് നാം അനുഭവിക്കുന്ന ഏറ്റവും കഠിനമായ പ്രശ്നങ്ങൾ യേശുവിന്റെ കണ്ണിൽ ഒന്നുമല്ല. 1 Corinthians chapter number 15. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 20th verse onwards up to verse number 23. അതിന്റെ 20-ാമത്തെ വചനം മുതൽ 23-ാമത്തെ വചനം വരെ. And this is also an amazing news for you. ഇതും നിങ്ങൾക്കൊരു വളരെ അത്ഭുതകരമായ ഒരു വാർത്തയാണ്. See, Jesus gave life to this dead young man. ഇവിടെ യേശു കർത്താവ് മരിച്ചിരിക്കുന്ന വ്യക്തിക്ക് ജീവൻ നൽകിയത് കണ്ടു. On another occasion he gave life to a dead girl. മറ്റൊരു ഭാഗത്ത് യേശു ഒരു മരിച്ച ബാലികയ്ക്ക് ജീവൻ നൽകിയത് On കാണുന്നു. another occasion he resurrected Lazarus. മറ്റൊരു സാഹചര്യത്തിൽ ലാസറിനെ ഉയർപ്പിച്ചത് നാം വായിക്കുന്നു. But Jesus, after everything, after all these miracles, Jesus came out of his own death. എന്നാൽ ഈ എല്ലാ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന അത്ഭുതങ്ങൾക്ക് ശേഷം യേശു കർത്താവ് സ്വയം മരണത്തിൽ നിന്നും താൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നതായിട്ട് വായിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. ബ്ലെസ്സിംഗ് ടുഡേ യുവജനങ്ങൾക്കായി ഒരുക്കുന്നു ദ ഹിസ്റ്ററി മേക്കേഴ്സ് റീജിയണൽ ടീൻസ് ആൻഡ് യൂത്ത് കോൺഫറൻസ്. നവംബർ 10 ചൊവ്വാഴ്ച SK പൊറ്റക്കാട് ഹാൾ, പുതിയറ, കോഴിക്കോട്. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 മണി വരെ. വർഷിപ്പ് സെഷൻസ്, ബൈബിൾ ക്ലാസസ്, ലീഡർഷിപ്പ് ട്രെയിനിങ്സ്, ഗെയിംസ് ആൻഡ് മോർ. For registration and more details 0484 422 171. നമുക്ക് ഈ സമയത്ത് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഈ സമയത്ത് പ്രാർത്ഥനയിലൂടെ ലോകം എമ്പാടുമുള്ള ദശലക്ഷങ്ങൾ ഒന്നിക്കുമ്പോൾ, കർത്താവെ, അവരുടെ പ്രാർത്ഥന വിഷയങ്ങൾ അങ്ങയോട് അറിയിക്കുമ്പോൾ, മനസ്സലിവുള്ള കർത്താവെ, ഇപ്പോൾ തന്നെ കൈകൾ നീട്ടി അവരെ തൊടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. സകലവിധ രോഗങ്ങളും ദീനങ്ങളും വ്യാധികളും അങ്ങ് സൗഖ്യമാക്കുന്നതിനാൽ നന്ദി പറയുന്നു. കുടലിനകത്ത് സാരമായ രോഗമുള്ള ചിലരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. കുടലിൻ്റെ ഒരു ഭാഗം മുറിച്ചു കളഞ്ഞു, എന്നിട്ടും പ്രശ്നം തീരാത്ത ചില വ്യക്തികൾ, യേശുവിൻ്റെ നാമത്തിൽ അവരിപ്പോൾ സൗഖ്യമാകട്ടെ. സ്കിൻ ഡിസീസുകൾ, ത്വഗ് രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഏതോ ഒരു മരുന്ന് കഴിച്ചു, പക്ഷേ അതിൻ്റെ റിയാക്ഷൻ മൂലം ബോഡിയിൽ ഭയങ്കരമായി പ്രയാസം അനുഭവിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യമുണ്ടാകട്ടെ. കൈയുടെ മുട്ടുകൈ ഈ ഭാഗത്ത് ഭയങ്കരമായ സിവിയർ പെയിൻ, കൈ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയാതിരിക്കുന്ന വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രായമുള്ള ചില സഹോദരന്മാരിൽ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡിനുള്ള തകരാറുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. അതുപോലെ കാതിൽ നിന്നും പഴുപ്പ് ഒലിച്ചിറങ്ങുന്ന ചില വ്യക്തികൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ അത് നിൽക്കട്ടെ. താങ്ക് യു ലോർഡ്. ഹാർട്ടിൻ്റെ തകരാറുകൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. അസ്ഥികളിലുള്ള തകരാറുകൾ മാറിപ്പോകട്ടെ. താങ്ക് യു ലോർഡ്. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. വർഷിപ്പ് യു ഫാദർ. താങ്ക് യു ലോർഡ്. അതുപോലെ ഭയങ്കരമായ ബ്ലീഡിങ് അനുഭവിക്കുന്ന ചില സഹോദരിമാർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഈ സമയത്ത് രണ്ട് കൈകളും ഈ സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഈ കൈകൾ നീട്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ പ്രയാസങ്ങൾ എന്തായിരുന്നാലും കർത്താവെ, നീ വിടുതൽ അയക്കണമേ. സിവിയർ ഫൈനാൻഷ്യൽ ക്രൈസിസ്, നിങ്ങൾക്കൊട്ടും മുന്നിലേക്ക് പോകാൻ കഴിയാത്ത രീതിയിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ലെറ്റ് ദെയർ ബി എ റിലീസ്. പൂർണ്ണമായൊരു വിടുതൽ, ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം
ജയിലുകളിൽ നിന്നും വ്യക്തികളെ, തടവുപുള്ളികളെ പുറത്തിറക്കുന്ന കർത്താവെ, ഒരത്ഭുതം അങ്ങ് ചെയ്യുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. കാലിൻ്റെ ഹീൽ, ഉപ്പൂറ്റിയുടെ ഭാഗത്ത് വിണ്ടുകീറി പ്രയാസം അനുഭവിക്കുന്ന ചില വ്യക്തികൾ സൗഖ്യമാകട്ടെ കർത്താവെ. മറ്റെല്ലാ പ്രശ്നങ്ങളിലും കർത്താവ് അത്ഭുതം ചെയ്യണമേ. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് ആ കുഞ്ഞുങ്ങളെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം വാച്ച് ചെയ്തതിന് എല്ലാവർക്കും നന്ദി പറയുന്നു. ഈ ആഴ്ചയിൽ നമുക്ക് ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ അല്ല ഉള്ളത്, പകരം 3 ദിവസത്തെ വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആനുവൽ കോൺഫറൻസ് കൊച്ചിൻ ബ്ലെസ്സിങ് സെൻറ്ററിൽ വെച്ച് നടക്കുകയാണ് ഈ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ. സോ ഐ എം ഹിയർ ടു ഇൻവൈറ്റ് യു ഓൾ ടു ദിസ് ആനുവൽ കോൺഫറൻസ്. ദിസ് ഹാപ്പൻസ് ഓൺലി വൺസ് എ ഇയർ. അതുകൊണ്ട് തന്നെ എല്ലാ ബ്ലെസ്സിങ് സെൻറ്ററുകളിൽ നിന്നുള്ള ശുശ്രൂഷകരും ജനങ്ങളും വന്നു ചേരും. ആൻഡ് വി ഇൻവൈറ്റ് യു ഓൾസോ. തീർച്ചയായും വരണം. സിസ്റ്റർ ഷമയും ഞാൻ കൂടാതെ മറ്റ് പല ദൈവദാസന്മാരും ഇതിൽ ശുശ്രൂഷിക്കുന്നതായിരിക്കും. തീർച്ചയായും ഇതൊരു വലിയ അനുഗ്രഹമായി നിങ്ങൾക്ക് മാറും. 3 days of great blessings and great downpour from heaven. Please do come. മാത്രമല്ല ബ്ലെസ്സിങ് ടുഡേ റിസോഴ്സസ് എന്നുള്ള പുസ്തകങ്ങൾ, CD-കളൊക്കെ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.